ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ എമിറേറ്റ്സ് സൈഡിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, UAICP എന്ന ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് UAE പാസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ദെൻ ആപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് തൊട്ട് താഴെ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നാൽ ഇവിടെ അതർ സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ അതിൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വന്നാൽ നമുക്കിവിടെ കാണാം അപ്ഡേറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി ഡീറ്റെയിൽസൊക്കെ അവിടെ വരുന്നതായിരിക്കും. നമ്മളവിടെ കാണുന്ന ആ ഒരു നെക്സ്റ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് മൂന്നാമത് കാണുന്ന സ്റ്റെപ്പ് 3 മൊബൈൽ നമ്പർ ഡാറ്റ എന്ന ഓപ്ഷനിലോട്ട് നമുക്ക് അവിടേക്ക് പോകാം. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ സ്റ്റെപ്പ് 3ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കറൻറ്റ് മൊബൈൽ നമ്പർ ഏതാണെന്ന് അവിടെ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഏത് നമ്പറാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു നമ്പർ എന്ത് ചെയ്യാം, അവിടെ ടൈപ്പ് ചെയ്ത് ആ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരുന്നതായിരിക്കും. ആ OTP നമ്പർ അവിടെ കറക്റ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത OTP കറക്റ്റ് ആണെങ്കിൽ അവിടെ സക്സസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലോട്ടും ഒരു OTP നമ്പർ വരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ഇമെയിൽ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു OTP അവിടെ വന്നതായിട്ട് കാണാം. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് ചെക്ക് OTP എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്ത OTP കറക്റ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് സക്സസ് എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അഡ്രസ്സ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിലവിൽ ഞാൻ അഡ്രസ്സ് കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് നോ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്കിവിടെ റിവ്യൂ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് മൊബൈൽ നമ്പറൊക്കെ ഒന്നും കൂടി ഇവിടെ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനതൊക്കെ ഓക്കെ ആണ്, അതുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് പേജിൽ ഇതിന് എത്രയാണ് ഫീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 151 ദിറംസ് 40 ഫിൽസാണ്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അഗ്രി ചെയ്തുകൊണ്ട് അംവാൽ ക്രെഡിറ്റ് കാർഡ് എന്ന ഓപ്ഷന് സെലക്ട് ചെയ്യാം. ആ ഒരു സമയത്ത് നമുക്കിവിടെ കാണാം ഈ പേയ്മെൻറ്റ് കമ്മീഷനായിട്ട് ഒരു എക്സ്ട്രാ ചാർജും കൂടെ ആഡ് ആയിട്ട് 153 ദിറംസ് 47 ഫിൽസാണ് ടോട്ടൽ ഇതിൻ്റെ ഒരു ചാർജായിട്ട് വരുന്നത്. ഇത് നമുക്ക് നമ്മുടെ വിസ കാർഡോ അല്ലെങ്കിൽ ആപ്പിൾ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് തന്നെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പേയ്മെൻറ്റൊക്കെ കംപ്ലീറ്റ് ആയാലും നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്.